ഏവർക്കും നമസ്കാരം. ബിനീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത്. ഐശ്വര്യത്തിൻ്റെ ദേവതയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തേടിയെത്തുമെന്നാണ് വിശ്വാസം. എല്ലാ വെള്ളിയാഴ്ചയും വീടുകളിൽ ഐശ്വര്യ പൂജ നടത്തുന്നത് ഉത്തമമാണ്. ഐശ്വര്യ ദേവതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഈ ദിവസം അതിരാവിലെ പ്രഭാത കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് പൂജാമുറിയിൽ പ്രവേശിക്കുക. പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി കുങ്കുമവും മഞ്ഞളും കൊണ്ട് പൊട്ടുതൊടുക. ഇല്ലെങ്കിൽ ഒരു വിളക്കായാലും മതി. ദേവിയായി സങ്കല്പിച്ച് വിളക്ക് തെളിയിക്കുക. ലക്ഷ്മി ദേവി നല്ല മണവും വൃത്തിയും ഇഷ്ടപ്പെടുന്നൊരു ദേവതയാണ്. എവിടെ നല്ല മണവും വൃത്തിയുമുണ്ടോ അവിടെ ലക്ഷ്മി ദേവി കുടികൊള്ളും എന്നാണ് വിശ്വാസം. പൂജ വിജയകരമാകാൻ ആദ്യം ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് ഒരു പഴമെങ്കിലും നിവേദ്യമായി വയ്ക്കുക. ഭഗവാന്റെ ശ്ലോകം ആദ്യം ചൊല്ലുക. അതിനുശേഷം പൂക്കളുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സഹസ്രനാമം, അഷ്ടോത്തരം, ശ്ലോകങ്ങൾ എന്നിവ ഉരുവിട്ടുകൊണ്ട് പുഷ്പം വിഗ്രഹത്തിലും അല്ലെങ്കിൽ വിഗ്രഹമോ ഫോട്ടോയോ ഇല്ലാത്തവർ വിളക്കിലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിവേദ്യം എന്തെങ്കിലും വയ്ക്കാൻ പറ്റുമെങ്കിൽ സമർപ്പിക്കുക. ഇല്ലെങ്കിൽ പഴമായാലും മതി. നമ്മുടെ കയ്യിൽ ഉള്ളത് വച്ച് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുക. എന്താണോ ലക്ഷ്മി ദേവിക്ക് വേണ്ടി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യുന്നത് അത് ലക്ഷ്മി ദേവി തിരികെ നമുക്ക് ഇരട്ടിയായി തന്നെ തരും. സന്തോഷം, ഐശ്വര്യം, ധനം എന്നിവ ലഭിക്കാൻ ലക്ഷ്മി ദേവിയെ ആരാധിക്കണമെന്നാണ് പറയുന്നത്. മന്ത്രങ്ങൾ ദിവസവും ജപം ചെയ്താൽ ദേവിയുടെ പ്രസാദം ഉറപ്പായും ഉണ്ടാകും. അതിനായി കനകധാരാ സ്തോത്രം, ലക്ഷ്മി അഷ്ടോത്തരം എന്നിവ ദിവസേന ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷ്മി പൂജ നടത്തുന്നതിലൂടെ നമുക്ക് ദീർഘായുസ്, ആരോഗ്യം, സമ്പത്ത്, കുടുംബസമാധാനം, കടങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യൽ എന്നിവ ലഭിക്കുന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ചെയ്താൽ ഈ പൂജ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്നു. ലക്ഷ്മി പൂജയ്ക്ക് അവസാനം ധൂപ ദീപ ആരതിയോടുകൂടി അമ്മയോട് എല്ലാവിധ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. ഏവർക്കും നന്ദി. ആ